സദാസമയം പോലീസിന്റെ നിരീക്ഷണമുള്ള സ്ഥലമാണ് കൊച്ചി നഗരം. എല്ലായിടത്തും CCTVകളുമുണ്ട്. എന്നാൽ കഴിഞ്ഞ രാത്രി കൊച്ചിയെ ഞെട്ടിച്ച നഗരത്തിൽ രണ്ടിടത്താണ് കവർച്ച നടന്നത്. സംവിധായകൻ ജോഷിയുടെ വീട്ടിലും ഇടപ്പള്ളിയിലെ ഒരു ജ്വല്ലറിയിലുമായിരുന്നു കവർച്ച. പനമ്പള്ളി നഗറിലുള്ള ജോഷിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണവും വജ്രാഭരണങ്ങളും മോഷ്ടിച്ചു. ഇടപ്പള്ളിയിലെ രാജധാനി ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തിയാണ് കവർച്ച നടത്തിയത്. അന്തർ സംസ്ഥാന മോഷ്ട സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. രണ്ടിടത്തെയും CCTVകൾ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. പുലർച്ചെ ഏകദേശം 1:30 ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീടിന്റെ പിൻവശത്തെ അടുക്കള ഭാഗത്തിന്റെ ജനൽ കുത്തിത്തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയത്. ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന വജ്രാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും വാച്ചുകളുമാണ് മോഷണം പോയത്. 2 നിലകളുള്ള വീടിന്റെ മുകളിലത്തെ നിലയിലെ 2 മുറികളിലാണ് മോഷണം നടന്നത്. ഒരു റൂമിന്റെ സേഫ് ലോക്കർ കുത്തിപ്പൊളിച്ച് 25 ലക്ഷം രൂപ വിലമതിപ്പുള്ള ഡയമണ്ട് നെക്ലസ്, 8 ലക്ഷം രൂപ വിലമതിക്കുന്ന മറ്റൊരു ഡയമണ്ടിന്റെ 10 കമ്മലുകളും 10 മോതിരങ്ങളും സ്വർണത്തിന്റെ 10 മാലകളും 10 വളകളും വില കൂടിയ വാച്ചുകളുമാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങളിൽ ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ടീഷർട്ടും തൊപ്പിയും കറുത്ത ഷാളും ധരിച്ച ഒരു വ്യക്തി ജനൽ തുറക്കാൻ ശ്രമിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് CCTV നശിപ്പിക്കുകയും ചെയ്തു. വീട്ടിൽ ജോഷിയും ഭാര്യയും മരുമകളും 3 കുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. പുലർച്ചെ 5:30 മോഷണ വിവരം ഇവരറിയുന്നത്. ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. 8 മണിയോടുകൂടിയായിരുന്നു മോഷണം. ഇടപ്പള്ളി രാജധാനി ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയാണ് മോഷണം നടത്തിയത്. 4 പേരടങ്ങുന്ന അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് സ്വർണവുമായി കടന്നുകളഞ്ഞത്. CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേരളത്തിന് പുറത്തും നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് ഇവർ 4 പേരും. കളമശ്ശേരി പോലീസാണ് അന്വേഷണം നടത്തുന്നത്.